നമസ്കാരം, ഇടുക്കി ബഡ്ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് നെടുങ്കണ്ടത്തിനടുത്തുള്ള കൈലാസപ്പാറ വ്യൂ പോയിന്റിലേക്കാണ്. പോകാം വീഡിയോയിലേക്ക്. ഇന്നും ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. ഡ്യൂട്ടിക്ക് ശേഷമാണ് ഞാൻ കൈലാസപ്പാറ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി ഇറങ്ങിയത്. ഇതുവരെ പോയിട്ടില്ല. വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 8 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. പക്ഷേ ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. പലരിൽ നിന്നും കേട്ടറിഞ്ഞ അറിവ് മാത്രമാണുള്ളത്. വളരെ മനോഹരമായ ലൊക്കേഷനാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് കൈലാസപ്പാറ വ്യൂ പോയിന്റ് ഇന്ന് പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ചു. നെടുങ്കണ്ടത്തുനിന്ന് നല്ല അടിപൊളി വഴി ഉണ്ടായിട്ടും ഞാൻ ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ച മോശമായ വഴി ചെന്ന് പെട്ടു. എൻ്റെ അമ്മ ഒന്നും പറയണ്ട, പെട്ടതിൻ്റെ കഥ ഞാൻ വഴിയെ പറയാം. വഴിയുടെ ദൃശ്യങ്ങൾ കുറച്ച് മനോഹരമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോയുടെ കൂടെ വഴിയും കൂടെ കുറച്ച് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത്. നെടുങ്കണ്ടം ടൗണിൽ നിന്ന് സുഖമായിട്ട് തിരിഞ്ഞു പോകാവുന്നേ ഉള്ളൂ കൈലാസപ്പാറയ്ക്ക്. പക്ഷേ ഗൂഗിൾ മാപ്പിനെ ഞാൻ വിശ്വസിച്ച് മൂന്നാർ റൂട്ടിൽ കുറച്ച് മുമ്പോട്ട് വന്ന് അവിടുത്തെ ഒരു വഴി കൂടെ കയറി പോകുന്നു. കുമളി മൂന്നാർ റോഡിൻ്റെ ഭാഗമാണ് കേട്ടോ ഇത്. നെടുങ്കണ്ടം ടൗണിൽ നിന്ന് 1-2 കിലോമീറ്റർ എത്തിയാൽ അവിടെ നിന്ന് തിരിഞ്ഞ് പോകാം. റോഡ് അധികം കാണിച്ചാൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും നമുക്ക് കൈലാസപ്പാറയിലേക്ക് പോവാം. അവസാനം നമ്മൾ കറങ്ങി തിരിഞ്ഞ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയ കാര്യമൊന്നും പറയണ്ട. മെയിൻ റോഡിൽ നിന്ന് ഈ പോക്കറ്റ് റോഡിലേക്ക് കയറിയപ്പോൾ തന്നെ എനിക്കൊരു പന്തികേട് തോന്നിയിരുന്നു. പക്ഷേ താഴെ ഒരു പയ്യൻ നടന്നു പോകുന്നുണ്ടായിരുന്നു. അവനോട് ഞാൻ ചോദിച്ചു ഈ വഴി എങ്ങനെ ഉണ്ടെന്ന്. അവൻ പറഞ്ഞു, ചേട്ടായി ഒന്നും പേടിക്കേണ്ട, നല്ല അടിപൊളി വഴിയാണ്. അവൻ്റെ വാക്കും വിശ്വസിച്ച് ഞാൻ മുമ്പോട്ട് പോയി. പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതി. കുഴിയാണ്. കുഴി കാരണം ഒരു രക്ഷയില്ല. റോഡ് മുഴുവൻ കുഴി. അവസാനം ചെറിയ കുഴിയൊക്കെ ഒരുവിധം മാനേജ് ചെയ്ത് ഞാൻ മുകളിലെത്തി. ഏറ്റവും ടോപ്പിലെത്തിയില്ല, അതിന് തൊട്ട് മുമ്പായിട്ട് പെട്ടുപോയി. വണ്ടി മുമ്പോട്ടും ഇല്ല. വണ്ടിയുടെ ടയർ റോഡിൽ കിടന്ന് കറക്കം. എന്തായാലും ഭാഗ്യത്തിന് ആ സമയത്ത് ഒരു ഇന്നോവ കാർ നമ്മുടെ പുറകിൽ വന്നു. എന്നെ കാരണം അവരും പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മുമ്പോട്ടും ഇല്ല പിമ്പോട്ടും ഇല്ല. ഞാൻ മുകളിൽ കയറി പോയല്ലേ അവർക്ക് എൻ്റെ പുറകെ വരാൻ പറ്റത്തുള്ളൂ. അവസാനം അവർ വന്ന് എന്നെ സഹായിച്ചു. അതിലൊരാൾ ഓഫ് റോഡ് ഡ്രൈവറായിരുന്നു. പുള്ളിക്കാരൻ എന്തായാലും വണ്ടി മുകളിൽ കയറ്റി തന്നു. മുകളിൽ ചെന്നപ്പോൾ എല്ലാ വിഷമങ്ങളും മാറി കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. നല്ല തണുത്ത കാറ്റും. ചറ വീഡിയോ അങ്ങ് എടുത്തു. ഓടിച്ചാടി നടന്നു. ഞാൻ അവിടെ ചെന്ന ശേഷം നമ്മുടെ തിരുവനന്തപുരം ബഡ്ഡീസ് എത്തി കേട്ടോ. നേരത്തെ നമ്മളെ സഹായിച്ചില്ലേ അവരും. അപ്പോൾ അവരുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് കഥകളൊക്കെ പറഞ്ഞ് കുറച്ചു നേരം നിന്നു. സ്വകാര്യതയെ മാനിച്ച് ഞാൻ അവരുടെ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തില്ല കേട്ടോ. അവർക്കറിയത്തില്ലോ ഞാൻ വലിയൊരു യൂട്യൂബറാണെന്ന്. കഥ പറഞ്ഞ് കാട് കയറിപ്പോയി. നമുക്ക് വന്ന കാര്യം പറയാം. നല്ല ദൃശ്യങ്ങളാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. കാറ്റും തണുപ്പൊക്കെ ആയിട്ടെ. നമുക്ക് ചൂടുള്ള അന്തരീക്ഷമാണല്ലോ. ഇടുക്കിയിലും എല്ലാം ഇപ്പോൾ ചൂടാണ്. അപ്പോൾ അതിൽ നിന്നൊരു ആശ്വാസമാണ്. നമുക്ക് കുറച്ച് നേരം ഇവിടെ വന്ന് ഇരിക്കാനും ഒക്കെ പറ്റും. വേറെ വഴിയുണ്ട് കേട്ടോ. ഞാൻ വന്ന വഴി അല്ലാതെ നല്ലൊരു വഴിയുണ്ട്. ആ വഴി കൂടെയാണ് ഞാൻ തിരിച്ചു പോയത്. നെടുങ്കണ്ടം പട്ടണത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ അവിടെ നിന്ന് കാണാം കേട്ടോ. നമ്മുടെ ക്യാമറ അത്ര സെറ്റപ്പ് അല്ലാത്തതുകൊണ്ടാണ് അതിൽ അത്രയും കിട്ടാത്തത്. പുതിയ ക്യാമറ നമുക്ക് ഒരെണ്ണം സെറ്റപ്പ് ആക്കാം. കൈലാസപ്പാറയുടെ മുകളിൽ കയറി ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഇടുക്കിക്കാരൻ എന്നുള്ള രീതിയിലൊരു അഭിമാനമൊക്കെ തോന്നും. നെടുങ്കണ്ടംകാരൻ എന്നുള്ള രീതിയിലൊക്കെ. കാരണം അമ്പലവും പള്ളിയൊക്കെ അടുത്തടുത്ത് നിൽക്കുന്നത് നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ്. നമ്മുടെ ക്യാമറയ്ക്ക് അത് അത്രയും കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ തണുത്ത കാറ്റൊക്കെ കൊണ്ട് മൂളിപ്പാട്ടും പാടി അവിടെ നിൽക്കുമ്പോഴാണ് 2 ചേട്ടന്മാർ ബൈക്കിൽ കയറി അവിടെ വരുന്നത്. അങ്ങനെ മൂളിപ്പാട്ടും പാടി കാറ്റും കൊണ്ടൊക്കെ നിൽക്കുമ്പോഴാണ് ഇവിടെ 2 ചേട്ടന്മാർ ബൈക്ക് വരുന്നത്. അപ്പോൾ അവരുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അവരോടും കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇടുക്കി ബഡ്ഡി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, അത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അവർ വിചാരിച്ച് വലിയ ഏതോ ചാനലാണ്. നോക്കിയപ്പോൾ 95 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ആ ചേട്ടന്മാരാണ് ഒടുക്കത്തെ മോട്ടിവേഷൻ. 95 അല്ലേ 1,05,000 ആകുന്നതെന്ന്. അപ്പം ഞാനും അങ്ങ് മോട്ടിവേറ്റഡായി. ഞാനും കുറച്ച് നേരം അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞ് നിന്നു. ഞാൻ കഥ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. കഥ പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. ബഡ്ഡീസ്, നിങ്ങൾ എവിടെ ഉള്ളവരാണെങ്കിലും ഒരിക്കലെങ്കിലും കാണേണ്ട സ്ഥലം കേട്ടോ. ഞാൻ റെക്കമെൻഡ് ചെയ്യും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ വഴി കൂടെ വരണ്ട. നെടുങ്കണ്ടം ടൗണിൽ നിന്ന് തന്നെ തിരിഞ്ഞ് കയറി പോരാവുന്നതേ ഉള്ളൂ. ആരോട് ചോദിച്ചാലും വഴി പറഞ്ഞു തരും. കുറച്ച് കയറ്റം ഇറക്കമൊക്കെ ഉള്ള വഴിയാണ്. സൂക്ഷിച്ച് വന്നാൽ മതി. പിന്നെ ഇത് എൻ്റെ തല ഫുൾ ഫിഗർ എന്ന് പറഞ്ഞ് എല്ലാവരും ചെയ്യുന്നതാണല്ലോ. ഞാനും എൻ്റെ തലയൊന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചു. എല്ലാവരും ഫുൾ ഫിഗർ ഇടുമ്പോൾ നമ്മൾ ഹാഫ് ഫിഗറെങ്കിലും ഇടണ്ടേ. ഇത്ര നല്ല സ്ഥലമായിട്ട് അധികം സഞ്ചാരികളിലൊന്നും എത്തുന്നില്ല കേട്ടോ. ഇവിടെ ആർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഗൂഗിൾ മാപ്പിൽ ഈ വഴിയൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരം ബഡ്ഡീസൊക്കെ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വന്നേ. ഇത്രയും അടുത്ത് കിടക്കുന്ന ഞാനും ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വന്നേ. അതല്ലേ പെട്ടുപോയേ. അവിടെയൊക്കെ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ പച്ചപ്പും ഹരിതാഭയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കും ഇഷ്ടമാകുമെന്നോർത്താണ് ഞാനിതൊക്കെ കാണിക്കുന്നത്.
ബഡീസ് നല്ല കാറ്റാണ് കേട്ടോ അവിടെ. നമ്മൾ കുറച്ചു നേരം നിന്നാൽ നമ്മുടെ എല്ലാ ടെൻഷനും മാറും. കുറച്ചു നേരം നമുക്ക് നിൽക്കാം, വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ടെൻഷനൊക്കെ അടിക്കാൻ നല്ല അടിപൊളിയായിട്ട് നിൽക്കാം. ഈ പാറയുടെയൊക്കെ ദൃശ്യങ്ങൾ നല്ല സിനിമാറ്റിക് രീതിയിൽ എടുത്താൽ കേട്ടോ. എൻ്റെ സിനിമാറ്റിക് ഇങ്ങനെയാണ്, ബോറാണെന്ന് അറിയാം, എന്നാലും എടുത്തല്ലേന്ന് ഓർത്ത് ഇടുന്ന. എന്തായാലും ഞാൻ താഴോട്ട് ഇറങ്ങി കേട്ടോ. തിരുവനന്തപുരം ബഡീസ് മോളിൽ നിന്ന് ഇറങ്ങല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇടുക്കിക്കാരനല്ലേ, നമ്മുടെ അഭിമാനം പണയാൻ വെക്കാൻ പറ്റുമോ? ഞാനും അങ്ങ് ഇറങ്ങിയപ്പോഴല്ലേ രസം. നല്ല അടിപൊളി വ്യൂ. അങ്ങ് താഴെ ഒരു കുളമൊക്കെ കാണുന്നുണ്ടോ കേട്ടോ. അതെന്ത് കുളമാണോ എന്നൊന്നും മനസ്സിലായില്ല. എന്തായാലും ഞാൻ വീഡിയോയിൽ അതെല്ലാം പകർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു മൺപാത കണ്ടു കേട്ടോ. അതിലേക്കൂടെ ചുമ്മാ നടന്ന് താഴോട്ട് പോയി. അതിലേക്കൂടെ താഴോട്ട് പോകുമ്പോഴും എൻ്റെ ചിന്ത ഇതായിരുന്നു, എന്തുവാ ഇത് കാണാൻ അധികം ആൾക്കാരും വരാത്ത, ആരും അറിയാത്തതുകൊണ്ടാണോ എന്ന്. നല്ല മനോഹരമായ സ്ഥലം കേട്ടോ. ഞാൻ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അധികം കേരളത്തിന് പുറത്തും ഒക്കെ പോയിട്ടുണ്ട്. തമിഴ്നാട്ടിലാണ് കൂടുതലും പോയേക്കുന്നത്, കേരളം തമിഴ്നാട്. അപ്പോൾ അവിടെയൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാലും വളരെ മനോഹരമായ സ്ഥലമാണ്. എന്താണ് ആൾക്കാർ ഇവിടെ എത്താത്തതെന്ന് എനിക്കറിയത്തില്ല. ആരും പറഞ്ഞു കൊടുക്കാത്തതാണോ അല്ലെങ്കിൽ ഗതാഗത സൗകര്യത്തിൻ്റെ കുറവാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ ആ പാതയിലൂടെ ചെന്നപ്പോൾ നല്ല മനോഹരമായ ദൃശ്യങ്ങൾ. ഞാൻ അതിലേക്ക് ഇറങ്ങി തിരിഞ്ഞ് നടക്കുന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. തിരുവനന്തപുരം ബഡീസ് പറഞ്ഞു, ചേട്ടാ നമുക്ക് പോയേക്കാം. ഞാൻ എവിടെയെങ്കിലും പോയി പെടണ്ടെന്ന് ഓർത്തായിരിക്കും അവരെന്നോട് പറഞ്ഞത്. അവരുടെ ഇന്നോവ കേട്ടോ നമ്മുടെ മുമ്പിൽ കാണുന്നത്. ഞാനും പതുക്കെ വണ്ടി എടുത്തുകൊണ്ട് അവരുടെ പുറകെ പോയി. അവരുടെ അത്ര എക്സ്പെർട്ട് അല്ലെങ്കിലും ഞാൻ പതുക്കെ വണ്ടി എടുത്തുകൊണ്ട് പോയി. പിന്നെ പേടിയുണ്ടെങ്കിലും കാണിക്കാൻ പറ്റത്തില്ലല്ലോ, ഇടുക്കിക്കാരനായി പോയില്ലേ. കോൺക്രീറ്റ് വഴിയാണ് കേട്ടോ. അപ്പം വണ്ടി പതുക്കെ കോൺക്രീറ്റിലൂടെ കുലുങ്ങി ഇറങ്ങി പോകുന്നുണ്ട്. അവർ നല്ല പറപ്പിച്ച് പോകുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. ഞാനും പറപ്പിക്കാൻ ശ്രമിച്ചു, എന്നാലും അവരുടെ ഒപ്പം എത്താൻ പറ്റിയില്ല. അവരെന്തായാലും എന്നെ വഴിക്ക് വെയിറ്റ് ചെയ്ത് കുറച്ചു നേരം കിടന്നു കേട്ടോ. നല്ല ബഡീസായിരുന്നു. അവരുടെ നമ്പറൊക്കെ മേടിക്കണമെന്ന് ഓർത്താണ്. എന്തായാലും നടപടിയായില്ല. അവരെപ്പോഴെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുമായിരിക്കും. കാണുമ്പം നമുക്ക് റിപ്ലൈ ഇടുവാണെങ്കിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. നല്ല ആൾക്കാരായിരുന്നു കേട്ടോ. പറപ്പിച്ചു വിടും വാപ്പാന്ന് മനസ്സ് പറയുന്നുണ്ടായിരുന്നെങ്കിലും കാല് കിടുകിടാ വിറയ്ക്കുന്നതുകൊണ്ട് അത്രയും പറപ്പിക്കാൻ പറ്റിയില്ല. നമ്മുടെ ബഡീസ് ഞാൻ വരുന്നതുകൊണ്ടാണ് കേട്ടോ അവർ പതുക്കെ പോകുന്നത്. നല്ല കരുതലുള്ള ആൾക്കാരായിരുന്നു. എന്തായാലും കറങ്ങി തിരിഞ്ഞ് നല്ല വഴി എത്തിയതിൻ്റെ സന്തോഷത്തിലാട്ടോ ഞാൻ അവരുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവസാനം നല്ല വഴിയിലെത്തി. നമ്മുടെ മുത്തുമണീസ് ഫ്രണ്ടിലുണ്ട് കേട്ടോ. അവർ നല്ല കരുതലാണ്. ഞാൻ വരുന്ന അത്രയും നേരം വെയിറ്റ് ചെയ്താണ് അവർ പോകുന്നത്. അവർ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ കറങ്ങാൻ വന്ന. അപ്പോൾ ബഡീസ് ഇന്നത്തെ ചെറിയ വീഡിയോ നമ്മളിവിടെ നിർത്തുക കേട്ടോ. നിങ്ങൾ പറയണേ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന്, നമ്മുടെ കഥ പറച്ചിൽ എങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. താങ്ക്